മലയാളികളടക്കം ഏറെ ആശ്രയിക്കുന്ന കെയർ വിസ നിയന്ത്രണം ഉൾപ്പെടെ കുടിയേറ്റത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയുമായി ബ്രിട്ടീഷ് സർക്കാർ 2020 മുതൽ വിദേശ റിക്രൂട്ട്മെന്റിലെ വൻ വർധനവ് കാരണം രാജ്യത്തേക്കുള്ള കുടിയേറ്റം 4 ഇരട്ടിയായി വർദ്ധിച്ചതിനെ തുടർന്നാണ് സർക്കാർ നിയന്ത്രണത്തിനൊരുങ്ങുന്നത്. ഇതോടെ മുൻപുണ്ടായിരുന്ന പല നിയന്ത്രണങ്ങളും മടങ്ങിയെത്തും. ബിരുദ തലത്തിലുള്ളവർക്ക് മാത്രമേ ഇനി യുകെയിലേക്ക് കുടിയേറ്റം സാധ്യമാകൂ എന്ന തരത്തിലാണ് നിയമം പരിഷ്കരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. അനിയന്ത്രിത കുടിയേറ്റത്തിന് കടിഞ്ഞാണിടുമെന്ന ലേബർ പാർട്ടിയുടെ വാഗ്ദാനം നിറവേറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തൊഴിലാളികൾക്കും അവരുടെ പങ്കാളികൾക്കും ഇംഗ്ലീഷ് പരിജ്ഞാനം കർക്കശമാക്കുന്നതാണ് പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും സുപ്രധാനം. ഇതുവഴി കെയർ വിസയിൽ യുകെയിൽ എത്തുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. 2028 വരെ പുതിയ സോഷ്യൽ കെയർ വിസ അനുവദിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. നിലവിലുള്ളവരെ ഉപാധികളോടെ തുടരാൻ അനുവദിക്കും. പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കുന്നതിനുള്ള കാലാവധി 10 വർഷമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഇത് 5 വർഷമായിരുന്നു. യുകെയിലേക്ക് വരുന്ന കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി സ്കിൽ വിസ പരിധി RQF6 അതായത് ഗ്രാജുവേറ്റ് ലെവലായി ഉയർത്തുന്നതാണ് മറ്റൊരു തീരുമാനം. ഈ വിസ ലഭിക്കണമെങ്കിൽ നിർദ്ദിഷ്ട ശമ്പളവും നിശ്ചയിക്കും. ഈ നിലവാരത്തിന് താഴെയുള്ള തൊഴിലുകൾക്ക് ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്കുള്ള പ്രവേശനം കർശനമായി സമയബന്ധിതമായിരിക്കും. ഈ വിഭാഗത്തിൽ തൊഴിലാളികളുടെ എണ്ണം കുറവാണെന്ന് തെളിയിച്ച ശേഷം മാത്രമായിരിക്കും വിസ അനുവദിക്കുക. തദ്ദേശീയരെ പരമാവധി ജോലികളിൽ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണിത്. ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് പുതുക്കും. തൊഴിലുടമകൾ വിടവുകൾ നികത്താൻ കുടിയേറ്റത്തിലേക്ക് തിരിയുന്നതിന് പകരം പ്രാദേശിക തലത്തിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിനുള്ള ദേശീയ സമീപനം ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുക, ബ്രിട്ടന്റെ അതിർത്തികളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുക, സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കുക തുടങ്ങിയവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. കുറഞ്ഞ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുമ്പോഴും IT അടക്കമുള്ള പ്രൊഫഷണലുകൾ ഉൾപ്പെടെ ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്ക് മുന്നിൽ വാതിൽ തുറന്നിടുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. കുടിയേറ്റക്കാരുടെ ബാഹുല്യം തദ്ദേശീയരെ അസ്വസ്ഥരാക്കിയിരുന്നു. ചിലയിടങ്ങളിൽ പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതോടെയാണ് ഈ വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്.